അപ്പോൾ നമ്മൾ താഷ്കെൻറ്റിൽ എത്തിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹോസ്റ്റൽ അത്തരം ബേസിക് നീഡ്സ് ഒക്കെ ക്ലിയർ ചെയ്തു. പിന്നെ സ്വാഭാവികമായിട്ട് പുതിയ രാജ്യത്തേക്ക് വന്നാൽ ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതോടൊപ്പം കുറേ ടെക്നിക്കൽ വർക്ക്സ്, പേപ്പർ വർക്ക്സ്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്തു. ഇന്ന് നമ്മൾ ക്യാമ്പസ് ടൂറാണ്. സെൻട്രൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് മെഡിക്കൽ കോളേജുകളിലൊന്ന്, അതോടൊപ്പം ഏറ്റവും ബിഗ്ഗസ്റ്റ് മെഡിക്കൽ കോളേജുകളിലൊന്നാണ് താഷ്കെന്റ് മെഡിക്കൽ അക്കാഡമി. നമ്മളിന്ന് ക്യാമ്പസ് ടൂറിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ സ്റ്റുഡൻസുമായി നിൽക്കുന്നത് ഇന്റർനാഷണൽ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണ്. ഇത് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള ഹോസ്റ്റലാണ്. സോ ഇവിടെ തജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഇന്ത്യ ആൻഡ് ആൾസോ കൊറിയയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. സോ ഈ പ്രിമൈസസ് ഫുൾ ഹോസ്റ്റലാണ്. സോ നമ്മളിതിൻ്റെ മെയിൻ അക്കാഡമിക് ബിൽഡിങ്ങിലോട്ട് കുട്ടികളായിട്ട് പോവാണ്. നമ്മൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഈ പ്രിമൈസസിൽ കാണുന്നതെല്ലാം ഹോസ്റ്റൽസ് ആണ്. ഇത് കസാക്കിസ്ഥാനീസിൻ്റെ ഹോസ്റ്റലാണ്. സോ അത് ഉസ്ബെക്കിസ്ഥാനീസ്, അവിടെ കൊറിയൻസിൻ്റെ. നമ്മളുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഈ ഫുൾ ബിൽഡിംഗ് ആണ്, ഇന്ത്യൻസിന് വേണ്ടി മാത്രം സെപ്പറേറ്റ്. ഇത് ഹോസ്റ്റലിൻ്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ഗേറ്റ് ആണ്. നിങ്ങൾ ഹോസ്റ്റൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഹോസ്റ്റൽ കാർഡ്സ് കിട്ടും. ഒന്നെങ്കിൽ നിങ്ങളുടെ ഫേസ് റെക്കഗ്നേഷൻ അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉള്ളോട്ട് കയറാം. അത്ര സേഫ്റ്റിയാണ് ഈ ക്യാമ്പസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടെ 10 മണി വരെ മാത്രമേ ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പൊതുവെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഉസ്ബെക്കിസ്ഥാനിൽ താഷ്കെന്റ് പ്രത്യേകത ഹോസ്റ്റൽ വളരെ സേഫാണ്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് അതിനുവേണ്ട എല്ലാ നിയമങ്ങളും നിബന്ധനകളും അങ്ങനെ എല്ലാ നിലക്കും പാരൻസിന് വളരെ ധൈര്യത്തോടെ അയക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണ് താഷ്കെന്റ് മെഡിക്കൽ അക്കാഡമി. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇതിൻ്റെ അക്കാഡമിക്സ് ബിൽഡിങ്ങിലോട്ടാണ്. സോ ഇവിടെ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ്, ഹോസ്റ്റലിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഹോസ്പിറ്റൽസും അക്കാഡമിക് ബിൽഡിങ്സും കവർ ചെയ്യാം എന്നുള്ളത് താഷ്കെന്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. സോ റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാ കൺട്രീസിലും കിട്ടാത്തൊരു ഐറ്റമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ TMA ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്, വളരെ വൃത്തിയിൽ. അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ലെറ്റ്സ് ഷോ യു ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ സെൻട്രൽ ഏഷ്യ. എല്ലാം നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് താഷ്കെന്റ്. ഈ TMAന്റെ പ്രത്യേകത നമ്മുടെ ഇന്ത്യയിലെ എയിംസ് എന്നൊക്കെ പറയുന്ന പോലെ താഷ്കെന്റ് നാഷണൽ ഗവൺമെന്റിന്റെ ഇവിടുത്തെ എല്ലാ ഡിപ്ലോമാറ്റിക് കാര്യങ്ങളും ഈ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ആരോഗ്യ മന്ത്രാലയം നേരിട്ട് നടത്തുന്ന ക്യാമ്പസാണ് അല്ലേ. ഇപ്പൊ നമ്മുടെ എയിംസിനൊക്കെ കാണും ഡൽഹിയിൽ ഒരു ക്യാമ്പസ്, അങ്ങനെ രാജ്യത്തിന്റെ പല പ്രദേശത്തും ക്യാമ്പസുകൾ ഉണ്ടാകും. അതുപോലെ TMAക്കും 4 ക്യാമ്പസ് രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ടുണ്ട്. അത്രയും ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇവിടെ താഷ്കെന്റിൽ സെപ്പറേറ്റ് ആയിട്ട്. ഇതാണ് നമ്മുടെ താഷ്കെന്തിന്റെ അക്കാഡമിക് ബിൽഡിംഗ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ലെറ്റ്സ് ഗോ ആൻഡ് സീ ഗൈസ്. ക്യാമ്പസിന്റെ എൻട്രൻസിൽ തന്നെ നല്ലൊരു കഫ്റ്റീരിയ കാണട്ടോ, നല്ല മനോഹരമായ ഒരു കഫ്റ്റീരിയ. ഇവിടെ എങ്ങനെ ചെയ്തു? പൈസ ഒക്കെ നല്ലോണം ഉണ്ടാവുമോ? നമ്മൾ പുറമേ നിന്ന് കഴിക്കുന്ന അതേ കമ്മി ആയിട്ടുള്ള റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ മാസങ്ങളായി കാത്തിരിക്കുന്ന ക്യാമ്പസിന്റെ അകത്തേക്ക് എത്തുകയാണ്. ഇപ്പോൾ കുറേ കാലം നമ്മൾ വിളിച്ച് എന്നാ പോകുക. അങ്ങനെ ഇന്ന് നമ്മൾ ആ ക്യാമ്പസിൽ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ അക്കാഡമിക് ബിൽഡിംഗ്. സോ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ മുതൽ തേർഡ് ഇയർ വരെയുള്ള എല്ലാ ക്ലാസ്സസും കുട്ടികൾക്ക് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്യുക. ബാക്കിയുള്ള ക്ലാസ്സസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്ലിനിക്സിലോട്ട് പോകേണ്ടി വരിക. സോ നിങ്ങളുടെ അനാറ്റമി, അത് ബേസിക് ആയിട്ടുള്ള മെഡ് ബയോളജി, ബയോഫിസിക്സ്, അങ്ങനെയുള്ള എല്ലാ ബയോ കെമിസ്ട്രി എല്ലാം ഇവിടെ തന്നെ. ഇതിൻ്റെ 8th ഫ്ലോറിലാണ്, 8 ഫ്ലോറുകളുണ്ട്. 8th ഫ്ലോറിലാണ് ഇതിൻ്റെ ലൈബ്രറി ഉള്ളത്. സോ ലൈബ്രറി ചെന്ന് നിങ്ങൾ ലൈബ്രറി കാർഡ് എടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ, നിങ്ങൾക്ക് അക്കാഡമിക് പർപ്പസസിന് വേണ്ടിയിട്ടുള്ള ബുക്കുകളെല്ലാം അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ ആ ഇയർ, അതായത് സെമസ്റ്റർ വൈസ് ആണ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ആ സെമസ്റ്റർ കഴിഞ്ഞ പാട് നിങ്ങൾ ആ ബുക്സ് തിരിച്ച് റിപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, അടുത്ത സെമസ്റ്ററിലോട്ട് ബുക്ക് എടുക്കുക. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം വരുന്നത്. സോ ഇതായത് നിങ്ങളെല്ലാവരും ബുക്കുകളൊന്നും ലോസ്റ്റ് ആവാതെ തിരിച്ചു കൊണ്ട് ഏൽപ്പിക്കണം. ഈ കാര്യങ്ങളൊക്കെ കൃത്യത്തിൽ മനസ്സിൽ വെക്കണം കേട്ടോ. ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ടൈമിംഗ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ? തീർച്ചയായിട്ടും. ഇവിടുത്തെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നിങ്ങളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ ഓരോ ഗ്രൂപ്പായി തിരിച്ച് അതിനനുസരിച്ചായിരിക്കും നിങ്ങളെ ടൈം ടേബിൾസ് ഔട്ട് ചെയ്യുക. സോ ഒരു വീക്ക് ടൈം ടേബിൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ സിസ്റ്റം പോലെ ഇത്ര ടൈം ഓഫ് പീരിയഡ് എന്നുള്ളത്, അപ്പോൾ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ മോർണിംഗ് 8:30 മുതൽ 2:30 വരെയൊക്കെയാണ് നമുക്ക്
ഫുൾ ഡേ ക്ലാസ്സസ് ആയിരിക്കും, അല്ലെങ്കിൽ 5:30 വരെയൊക്കെ അങ്ങനെ ക്ലാസ് ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈം ടേബിളിന് ഒരു പീരീഡ്സ് ഉണ്ടായിരിക്കും. ആ സമയത്ത് മാത്രമാണ് പ്രസൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകേണ്ടി വരിക. അത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ആ ഇത് ചെയ്തതിന് ശേഷം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളുടെ ടൈം ടേബിൾസ് പെർസ്പെക്റ്റീവായിട്ട് മാറുന്ന ടൈം ടേബിൾസ് ആ ഗ്രൂപ്പിൽ തന്നെ വരും. നമ്മളിപ്പോൾ വേറെ നാട്ടിലാണ് പഠിക്കുന്നത്, അപ്പം നാട്ടിലുള്ള പോലത്തെ എൻജോയ്മെൻറ്റ്, സെലിബ്രേഷൻസ് അങ്ങനെയൊക്കെ കിട്ടുമോ? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ പ്രോഗ്രാംസിനും ഹോളിഡേയ്സിനും നമ്മൾ കുട്ടികൾക്ക് വൺ ഡേ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ പെരുന്നാളാണെങ്കിലും വിഷു ആണെങ്കിലും ഓണാണെങ്കിലും നിങ്ങളിവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ്സിൽ എന്തൊക്കെ പ്രോഗ്രാംസ് നാട്ടിലുണ്ടോ അതിനെല്ലാത്തിനും നിങ്ങളുടെ ഹോളിഡേയ്സ് ഉണ്ടായിരിക്കും. നമ്മളെല്ലാ സെലിബ്രേഷനും ഇവിടെ തന്നെ നമ്മൾ ഹോസ്റ്റ് ചെയ്യും. ഇത് നിങ്ങളുടെ ഇനി ഒരു സെക്കൻഡ് ഫാമിലി കൂടെയാണ് ഈ കാണുന്നവരെല്ലാവരും. കാരണം ഇനി വരാൻ പോകുന്ന 6 കൊല്ലം ഇവരുടെ കൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെയുള്ള പ്രോഗ്രാംസിലൂടെ നിങ്ങൾ ഇവരെ കൂടുതൽ അറിയുകയും കൂടുതലൊരു ഫാമിലിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് പ്രോഗ്രാംസ് ഒന്നും നമ്മൾ ഒഴിവാക്കാറില്ല. ഈച്ച് ആൻഡ് എവറി പ്രോഗ്രാംസ് നമ്മളിവിടെ അടിപൊളിയായി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളെ ഫ്രഷേഴ്സ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്, അത് തന്നെ നമ്മൾ അതിഗംഭീരമായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ റാഗിങ് അങ്ങനത്തെ സ്റ്റുഡൻസിന് അൺകംഫർട്ടബിൾ ആക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ റാഗിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. നമ്മൾ തന്നെ അത് ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരാളെയും വെച്ച് പൊറുപ്പിക്കും. അതായത് നമ്മളിവിടെ വെച്ച് പൊറുപ്പിക്കില്ല. നമ്മളിവിടെ ഒരു ആൻറ്റി റാഗിങ് സ്ക്വാഡ് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മളിവിടെ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ അതുകൊണ്ട് റാഗിങ്ങിനെ കുറിച്ച് നിങ്ങൾ ബോധേഡാവണ്ട. പിന്നെ നിങ്ങൾ അൺകംഫർട്ടബിൾ ആക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരവൻ്റെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ വേറൊരു രാജ്യത്താണ് നാട്ടിൽ നിന്ന്. സോ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ചിലപ്പോൾ ഉണ്ടാകും. ഈ ഹോം സിക്നസ് വരുന്ന ആൾക്കാർക്ക്. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കേട്ട് വന്നിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഹോസ്റ്റൽ എന്ന് പറയുന്ന സാധനം വൃത്തിയില്ലാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം അതിൽ ചിലപ്പോൾ 1000 പേരുണ്ടായിരിക്കും, പക്ഷേ അത് നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്. അതിൽ 100 പേര് അത് വൃത്തിയേടാക്കിയാലും നിനക്ക് എന്തുണ്ട്, അത് വൃത്തിയാക്കാനുള്ള ചുമതല അപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ വൃത്തിയായി ചെയ്താൽ എല്ലാം അടിപൊളിയായി തന്നെ നടക്കും. പിന്നെ റാഗിങ് പോലത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഇങ്ങനെ ഒരു നിങ്ങളെ വീഡിയോ ഷൂട്ട് നടത്തുന്നു, നമ്മൾ നിങ്ങളെ കൂടെ വരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്ന് പോകുക മാത്രമല്ല, നിങ്ങൾ 6 വർഷം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെയും നമ്മളെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നമ്മളെ സീനിയർ സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞൊരു 3 ദിവസം എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണല്ലോ എയർപോർട്ട് ഇറങ്ങിയത് മുതൽ ഈ സെക്കൻഡ് വരെ. അപ്പോൾ അത്രയും നല്ല സപ്പോർട്ടീവായിട്ടുള്ള സീനിയേഴ്സ് ഉണ്ട്. അതല്ലാതെ നമ്മുടെ ഒരു ടീം തന്നെ ഫുൾ ടൈം ഇവിടെ ഉണ്ട്. കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവരെ കംപ്ലീറ്റ് നമ്മൾ സപ്പോർട്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത്തരം ഒരു ആശങ്കൻ്റെ പ്രസക്തിയേ ഇവിടെ ഇല്ല. പിന്നെ അത് മാത്രമല്ല, അതെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളെ സീനിയേഴ്സ് നിങ്ങൾ വളരെയധികം നന്നായി കെയർ ചെയ്യുന്നില്ലേ. സോ ഇത് ഇവിടെയുള്ള എല്ലാ കുട്ടികളും ഞങ്ങളുടെ കുട്ടികളാണ്. ഞങ്ങൾ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ള ഇത്രയും ഒരു 100-200ഓളം കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ കെയർ ചെയ്തതാണ് നിങ്ങൾക്ക് തിരിച്ച് ഇപ്പോൾ 2 ദിവസമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. അത് തന്നെയാണ് ഞങ്ങളും ഇനി തരാൻ പോകുന്നത്. നിങ്ങളുടെ 6 വർഷം ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യുകയും മെൻറ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഈ ടെൻഷൻ ആവണ്ട കേട്ടോ.